അലച്ചങ്കളെ നമുക്ക് അടുത്തതായിട്ട് ഇനി സെല്ലുലാർ ജയിൽ കാണാം. അങ്ങനെ ഞാൻ പോർട്ട് ബ്ലെയറിലെ മറീന പാർക്കിൽ ഇരുന്നപ്പോഴാണ് മേലെ നിന്നൊരു വെളിച്ചം വരുന്നത് കണ്ടത്. അപ്പം നമുക്കത് പോയി കണ്ടാലോ. ഈ കാണുന്ന പ്രതിമകളെല്ലാം ഈ ജയിലിനകത്ത് പിടിച്ചിട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്റ്റാച്ചുകളാണ്. അതിൽ വി ഡി സവർക്കർ മുതൽ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സ്റ്റാച്ചു ഇതിനകത്തുണ്ട്. അങ്ങനെ നൈറ്റ് അതിനുള്ളിൽ കാണാൻ പറ്റാത്തത് കാരണം ഞാൻ വിചാരിച്ചു നാളെ പകൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരാമെന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് പോയിട്ട് നാളെ രാവിലെ തന്നെ വണ്ടി കയറി ബസ് കയറിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ജയിലിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പകൽ സമയത്ത്. അങ്ങനെ ഞാൻ പതിയെ അതിനകത്തോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ജയിലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജയിൽ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാർ ഫിഷ് പോലെയാണ് കിടക്കുന്നത്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതാണ് ജയിലിനകം. അതിനകത്ത് ആർട്ട് ഗാലറി എല്ലാം ഉണ്ട്. അതിനകത്ത് നമ്മളുടെ വി ഡി സവർക്കറുടെയും മലപ്പുറം മലബാർ ഏരിയയിൽ നിന്ന് പിടിച്ചകപ്പെട്ട ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാം ഫോട്ടോ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പതിയെ ജയിലിനകത്തോട്ട് നടന്നു നീങ്ങി. ഈ കാണുന്നത് അവിടെയുള്ള തടവുകാരെ പാർപ്പിച്ചിരുന്ന ഇടവും അതുപോലെ അവരെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു, അവരെങ്ങനെ പണിഷ് ചെയ്തിരുന്ന രീതികളുമാണ് അവിടെ ഡെമോ കാണിക്കുന്നത്. അവരെങ്ങനെയാണ് അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് അവരെ പണിഷ്മെൻറ്റ് ചെയ്തിരുന്നത്, ഓരോ എക്യുപ്മെൻറ്റുകളാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ പതിയെ ജയിലിൻ്റെ അകത്തോട്ട് നീങ്ങി. ഈ കാണുന്നതാണ് ജയിലിൻ്റെ അകം. ഇത്രയേ ഉള്ളൂ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കഴിയാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. ഈ കാണുന്നത് അന്നത്തെ കാലത്ത് തൂക്കിലേറ്റാൻ വേണ്ടി വെച്ചിരുന്ന തൂക്കുമരമാണ് ഈ കാണുന്നത്. ഇത് ഹാങ്ങിങ് റൂമിൻ്റെ അടിഭാഗമാണ്. ഇവിടെ വെച്ചാണ് ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഇതാണ് ജയിലിൻ്റെ ഒരു ടെക്നിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ജയിലിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് മറ്റേ ജയിലിൻ്റെ അകത്താണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം, ലോക്കെല്ലാം കിടക്കുന്നത്. അങ്ങനെ ഞാൻ ജയിലിൻ്റെ ബാൽക്കണിയിലോട്ട് പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. പോർട്ട് ബ്ലെയർ സിറ്റി, പോർട്ട് ബ്ലെയർ, അതേപോലെ റോസ് ഐലൻഡാണ് മുന്നിൽ കാണുന്നത്. സെല്ലുലാർ ജയിലിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് ബംബിൾ ഫ്ലാറ്റ്, വേറെ ദ്വീപുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ അടുത്തതായിട്ട് പോകുന്നത് വീർ സവർക്കർ എന്നറിയപ്പെടുന്ന വി ഡി സവർക്കറിൻ്റെ സൂക്ഷിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ തടങ്കിൽ വെച്ചിരുന്ന സെല്ലിലേക്കാണ് പോകുന്നത്. ആ സെല്ലിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ മാത്രം സ്പെഷ്യലായിട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആയിരത്തി 1911 മുതൽ 1921 വരെയാണ് അവിടെ. ഇത് 10 വർഷക്കാലമാണ് ഇദ്ദേഹത്തെ അവിടെ തടങ്കിൽ വെച്ചിരുന്നത്. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.